ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ഞാനിപ്പോൾ നമ്മളെ കൂരാട് അണ്ടർപാസിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ ഈ കൂരാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുളപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് പണിയുടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യമാണ്, സർവീസ് റോഡിൽ ഹമ്പ് പാടില്ല, അണ്ടർപാസിൻ്റെ അടിയിൽ ഹമ്പ് ഉണ്ടായാൽ അതാണ് ഏറ്റവും നല്ലതെന്നുള്ളത്. കാരണം പെട്ടെന്നുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് കുളപ്പുറം ഭാഗത്തു നിന്ന് നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സർവീസ് റോഡാണ്. ഇവിടെ ഹമ്പ് വന്നുകൊണ്ടുള്ളൊരു ബ്ലോക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അതുപോലെ തന്നെ പല ആളുകളും പറയുന്നത് ഇങ്ങനെ ഹമ്പ് ഇവിടെ വന്നുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഈ ഇവിടെ ഹമ്പ് വെക്കുകയാണെങ്കിൽ ഇത്ര ഗതാഗതക്കുരുക്ക് ഉണ്ടാവില്ലെന്ന്. പക്ഷെ അതിലും രസകരമായ കാര്യമാണ് ഇപ്പം നമ്മൾ ഈ അണ്ടർപാസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു കേട്ടോ. ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഒരു ഡിവൈഡർ ഇല്ലാത്ത ഒരു പ്രശ്നം ഈ ഭാഗത്തുണ്ട്. അത് കൂടുതൽ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കൊണ്ട് നിങ്ങൾ തോന്നിയമാരാണ് വണ്ടിൻ്റെ ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്തോടെ വാഹനങ്ങൾ കടന്നു പോവുക. ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് കൂടെ വാഹനങ്ങൾ എങ്ങനെ പോകുന്ന നോക്കി. ഒരു യൂട്ടേൺ എടുത്ത് വരുന്നൊക്കെ ശരിക്കും പോകേണ്ടത് ഇപ്പം അവിടുന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ വേണം അവർ പോകാൻ. അതുമാതിരി ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ ഇങ്ങനെ വന്നിട്ട് വേണം നേരെ സർവീസ് റോഡിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ. ഈ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഒരു ഡിവൈഡർ സ്ഥാപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാവും. കാരണം എക്സിട്ട മാതിരിയൊക്കെയാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ കറക്റ്റ് അവിടുന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ക്രോസ് ആയിട്ട് കയറുമ്പോൾ അപകടം ഉണ്ടാവും. അപ്പോൾ അതിന് ശരിക്കും വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഡിവൈഡർ ഉണ്ടെങ്കിൽ അവർക്ക് നേരെ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്ത് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതേപോലെ വീതിയുള്ള അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു വരുന്നതെന്നുള്ളത്. കണ്ടോ, ആ സൈഡിനോട് ചേർന്നിട്ട് നേരെ അവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യണ വണ്ടി. അപ്പോൾ ഇവിടെയും ഇതേമാതിരി ഒരു ഹമ്പുണ്ട്. അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടുള്ള നോക്കിയാൽ ആ ഹമ്പ് വരുമ്പോഴാണ് അതിൻ്റെ ബാക്കിലേക്ക് അങ്ങോട്ട് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് ബ്ലോക്കാണ്. ഇതിപ്പോൾ നമ്മളെ പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോരാണ് കുളപ്പുറം ഭാഗത്തേക്ക്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനുള്ള കൂരാടാണ്. അപ്പോൾ കൂരാട് സർവീസ് റോഡിൽ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരാട് ഇവിടെ പാലത്തിന് പണി നടക്കുന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ പാലത്തിന് പണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിരക്കുണ്ടാവില്ല. പക്ഷെ സർവീസ് റോഡിൽ ഈ ഹമ്പുകളുടെ വിഷയം ഇപ്പോഴും ജനങ്ങൾ പലരും പറഞ്ഞുകൊടുക്കുകയാണ്. ചില സമയത്തൊക്കെ രാത്രി കാലങ്ങളിൽ വരുമ്പോഴാണ് ഈ ഹമ്പ് കാണുന്നതും അപ്പോൾ അപകടത്തിൽപ്പെടുന്നതും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഹമ്പ് അണ്ടർപാസിൽ വേണോ അതേപോലെ തന്നെ സർവീസ് റോഡിലാണോ വേണ്ടത്, ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട്. കാരണം പല ആളുകളും പല അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പല സ്ഥലത്തും നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ അണ്ടർപാസ് ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് സർവീസ് റോഡിൽ ഈ ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ബ്ലോക്കിന് കാരണമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ.